ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ക്രിസ്മസ് എക്സാമിന് +1 ഇംഗ്ലീഷിൽ എന്തെല്ലാം ഉണ്ട് സാറേ എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇട്ടാ വന്നിട്ടുള്ളത് കേട്ടോ. സാറേ, നിങ്ങൾ ഈ പറയുന്നത് പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ എന്താണ് വന്നത്, അതിന് മുന്നത്തെ വർഷത്തിലെ എക്സാമിൽ എന്താ വന്നത്, ഇതൊന്നും നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ അത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ വർഷം ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. നോക്കിക്കോളൂ, ഒരു ക്ലീശയാണ് ഇത്. എല്ലാ വർഷം ക്രിസ്മസ് എക്സാമിന് ഇത് തന്നെയാണ് മക്കളെ ചോദിക്കല്. ശ്രദ്ധിക്കുക, 2022-23 ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ 2022 എങ്ങനെയാണ് ചോദിച്ചത് എന്നുള്ളതാട്ടോ. ആദ്യം 1 മുതൽ 3 വരെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 1 to 3. കഴിഞ്ഞ 2022 ചോദിച്ച അതിനൊരു പാരഗ്രാഫ് തന്നു, അതിന് 4 മാർക്ക് വെച്ചു. പാരഗ്രാഫ് വന്ന് 4 മാർക്ക്. പിന്നെ ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു ഗ്രാമർ. അപ്പൊ ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഗ്രാമർ വെരി ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇതിന് 2 സ്കോർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വെരി ഇമ്പോർട്ടന്റ് ആട്ടോ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാമിന് എന്തായാലും വന്നിരിക്കും, ഗ്യാരണ്ടി ആണ് കേട്ടോ. നിങ്ങൾ പഠിക്കണം. അടുത്ത 5 മുതൽ 6 വരെ ടെൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന് വന്നു. 2023 ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇറ്റ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ പിന്നെ എപ്പോഴും വരുന്ന പാരഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വീണ്ടും വന്നു, എന്നിട്ട് 4 മാർക്കിന് ചോദ്യം ചോദിച്ചു. ഈസി റൈറ്റ്. പിന്നെ ഒരു പോം തന്നു, അതിന് 4 മാർക്കിന് ക്വസ്റ്റ്യൻ തന്നു. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ചെയ്യാനുണ്ടാവില്ലേ, ഇത് എപ്പോഴും ചോദിക്കലുണ്ട്. ഇങ്ങനെ 2022 ഒരു ഫസ്റ്റ് സെഷൻ 1 മുതൽ 15 വരെ കഴിഞ്ഞിട്ടോ. ദെൻ 16 മുതൽ 27 കഴിഞ്ഞിട്ട് 28, 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ 16 മുതൽ 21 വരെ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണേ, 5 മാർക്ക് വെച്ചിട്ട് അല്ലേ, 5 ഉത്തരം എഴുതണം. എത്ര മാർക്ക് ഉണ്ടാവും പറ? 4 മാർക്ക് വെച്ചിട്ട് 20 മാർക്ക് ഈ ഏരിയയിൽ നിന്നും, 24 മാർക്ക് ഈ പോർഷനും, 16 മാർക്ക് ഈ പോർഷൻ ആണ് ഉണ്ടായിരുന്നത്. ക്ലിയർ? അപ്പൊ ഈ പോർഷൻ 16 to 21 നിങ്ങൾ 5 എഴുതിയാൽ മതി കേട്ടോ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ക്യാരറ്റ് സ്കെച്ച്, വീണ്ടും എഡിറ്റിംഗ്, എലാബറേറ്റ് ദ ലൈന്, 1 2 3 4 5 എന്നാണ് എന്ത് ചെയ്യണം പറ. അത് 4 മാർക്ക് വെച്ചിട്ടുണ്ടായാൽ 20 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ക്യാരറ്റ് സ്കെച്ച് ഉണ്ടായിരുന്നു അല്ലെ, 2 ക്യാരറ്റ് സ്കെച്ച് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, എലാബറേറ്റ് ദ ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രൊഫൈൽ ഉണ്ട് 20 അല്ലെ, ഇത് എത്ര 4 തന്നെയാണ് ഉള്ളത്. പിന്നെ 6 മാർക്ക് വെച്ചിട്ടുണ്ടാവും കേട്ടോ, 6 മാർക്ക് വെച്ചിട്ടുണ്ടായാലും കേട്ടോ. മനസ്സിലാക്കണേ. പ്രൊഫൈല്, പാരഗ്രാഫ് മെയില് 2 ടൈപ്പ് ലെറ്റർ ഉണ്ടായിരുന്നു, 6 മാർക്ക് വെച്ചിട്ട് 24. നിങ്ങൾ എഴുതേണ്ടത് എത്ര 4 എഴുതിയാൽ മതി കേട്ടോ. 4 എഴുതിയാൽ മതി, 6 മാർക്ക് വെച്ചിട്ട് 24. ഇനി നോക്കിക്കോളൂ നിങ്ങൾ 28, 29, 30 ഈ 3 നിങ്ങൾ 2 എഴുതിയാൽ മതിടാ. 2 എഴുതിയാൽ മതി. ഈ 2 ഒന്ന് സ്പീച്ചാണ്, ഒന്ന് അപ്രീസിയേഷൻ ആണ്, മറ്റൊന്ന് എസ്സേ ആണ് ഉണ്ടായിരുന്നത്. 2 16 മാർക്ക് കിട്ടും. അപ്പൊ ഈ അപ്രീസിയേഷൻ ആണ് നിങ്ങളെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവല്, തൊട്ട് മുന്നേ സ്പീച്ചാണ് ഉണ്ടാവല്. ഈ സ്പീച്ചും അപ്രീസിയേഷൻ അവസാനത്തെ പാർട്ടിൽ ഉണ്ടാവല് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇവിടെ 16 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അപ്രീസിയേഷന്റെ ഒരു 8 മാർക്കും സ്പീച്ചിന്റെ ഒരു 8 മാർക്കും എൻ്റെ കൂടെ റാൻസിന്റെ കൂടെ നിന്നാല് ആദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കില്ല, അതായിരിക്കും കേട്ടോ. ആദ്യം നിങ്ങളെ ഞാൻ അത് പഠിപ്പിക്കും. ശ്രദ്ധിക്കുക, അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ 16 മാർക്ക് സെറ്റാണ്. നമ്മൾ ബാക്ക് നിന്നാണ് ഇത്തവണ ചെയ്യുന്നത് ക്രിസ്മസ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കൂടെ നിന്നോളൂ. 2023 എങ്ങനെയാ സാറേ ചോദിച്ചത്? പാരഗ്രാഫ് 4 മാർക്ക്, പോയം തന്നേണ്ട 4 മാർക്ക്, അതുപോലെ തന്നെ ടെൻസിന് 2 മാർക്ക്, ഇഫ് ക്ലോസിന് 1 മാർക്ക്, പിന്നെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു 3 മാർക്കിന് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 11 മുതൽ 16 വരെ പ്രൊഫൈല്, ക്യാരറ്റ് സ്കെച്ച്, വീണ്ടും ക്യാരറ്റ് സ്കെച്ച്, റൈറ്റപ്പ്, എലാബറേറ്റ് ദ ലൈന്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഐഡിയ കിട്ടില്ല ചോദ്യം എങ്ങനെ വരാന്നുള്ളേ. പിന്നെ 17 മുതൽ 23 വരെ നെറേറ്റീവ്, വീണ്ടും റൈറ്റപ്പ്, കമന്റ് ഓൺ ദ ടൈറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മർ എഴുതി വെക്കാനും, പിന്നെ ഒരു ലൈവ് TV റിപ്പോർട്ട്. ഇത് ഞാൻ നിങ്ങളെ കാണാണ്ട് പഠിപ്പിക്കും. ലൈവ് TV റിപ്പോർട്ട് എന്ത് വന്നാലും അത് എഴുതി കൊടുത്താലും ഉണ്ടോ. നെറേറ്റീവ് ഒക്കെ അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട്, എന്ത് വന്നാലും അത് എഴുതി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇമേജറീസ് യൂസ്ഡ് ഇൻ ദ പോയം. ഇമേജറീസ് ഉണ്ടാവില്ലേ, കുറെ ഇമേജറീസ് ഉണ്ട്, വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ് ഉണ്ടാവില്ലേ. അങ്ങനെ ഇമേജറീസ് യൂസ്ഡ് ഇൻ ദ പോം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഇമെയിൽ ഉണ്ടായിരുന്നു, ലെറ്റർ ഉണ്ടായിരുന്നു. അങ്ങനെ 4 എഴുതിയാൽ മതിയായിരുന്നു. 6 മാർക്ക് വെച്ച് 24 മാർക്ക്. ലാസ്റ്റ് നോക്കൂ, 16 മാർക്കിന് സ്പീച്ച്. ഇവിടെ നേരത്തെ എസ്സേക്ക് പകരം എന്താ വന്ന് പറ, ആർട്ടിക്കിൾ. അവസാനത്തെ ക്വസ്റ്റ്യൻ ഏതാണ് പറ, അപ്രീസിയേഷൻ. അപ്പൊ മക്കളെ, നമ്മളെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു പാറ്റേണിലാണ് പഠിക്കേണ്ടത്. ഇനി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്, എന്താണ് പഠിക്കേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ കൂടെ ഈ റാൻസിന്റെ റാൻസ് +1 എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മാത്രമല്ല
നമ്മളെ ചാനലിൽ കറക്റ്റ് ലൈവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നമ്മളെ ഒരു റാൻസിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു പിന്നെ ഇംഗ്ലീഷിന് മാത്രം ഡ്രീം 80 എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ 80 ഉറപ്പാട്ടോ, ഗ്യാരണ്ടി ആണ്. ലൈവ് ഇൻട്രാക്ഷനിലൂടെ എൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ, നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇതിൻ്റെ നോട്ട്സ് ഒക്കെ കിട്ടണമെങ്കിൽ താഴെ കാണുന്ന കമ്മ്യൂണിറ്റി ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. കാണാം നമുക്ക്.